ഹായ്, അസ്സലാമലൈക്കും. കണ്ടോ നമ്മുടെ പെറ്റൂണിയ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ വന്നത് നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ചട്ടികളിൽ നമ്മൾ പെറ്റൂണിയ നട്ടതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഇതിലൊക്കെ പൂവൊക്കെ ആയി. കണ്ടോ, പൂവൊക്കെ ആയി നമ്മുടെ പെറ്റൂണി എല്ലാം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നട്ടതാണ്. പൂക്കളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതിലൊക്കെ പൂ വരുമ്പോൾ ഞാൻ അത് കാണിക്കും. നമ്മുടെ പെറ്റൂണിയിൽ നന്നായിട്ട് എല്ലാം നല്ല ഹാങ്ങിങ് ആയി പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ തൈകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇത്രയും ഉണക്കായിട്ടും നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് പൂക്കളാണെന്ന് നമുക്കറിയില്ല. ഇവിടേക്ക് മുട്ടൊക്കെ വന്നു തുടങ്ങി. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല തണ്ടുകളൊക്കെ കണ്ടോ, ഒത്തിരി ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. നമ്മൾ നട്ട പെറ്റൂണിയ ചെടികളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അതിൽ പൂക്കൾ വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ നട്ടതാണ് ഇതൊക്കെ. ഡബിൾ പെറ്റലിൽ നന്നായിട്ട് മുട്ടും പൂക്കളും ഒക്കെ നിറച്ച് മുട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെയുണ്ട്. നമുക്ക് ഡബിൾ പെറ്റൽ ഇല്ലായിരുന്നു. നമ്മൾ ഒത്തിരി വാങ്ങി മടുത്തു. ഒത്തിരി വാങ്ങിയായിരുന്നു നമ്മൾ, പക്ഷേ അതൊന്നും പിടിച്ച് കിട്ടിയില്ല. പിന്നെ സംഭവം നമ്മുടെ അടുത്തുള്ള ഒരാളിൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങി അത് പിടിപ്പിച്ച് എടുത്തു. ഭയങ്കര സന്തോഷമായി. എന്താ, ഒരുപാട് പൂക്കളും മുട്ടും ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പെറ്റൂണിയയുടെ അതിൻ്റെ കൂടെയുള്ള തൈകൾ നമ്മൾ നട്ടതാണ്. നമുക്കിപ്പോൾ നല്ല ശരിക്ക് പൂക്കളായതേ. ഇത് നമ്മുടെ ഫ്രെഡിങ് പെറ്റൂണിയാണ്. നമുക്ക് പൂവായിട്ടുണ്ട്. ഇത് ഒരു പെറ്റൂണിയാണ്, ഒരെണ്ണമാണ് നമ്മളിങ്ങനെ ബ്രാഞ്ചൊക്കെ വന്നതേ. ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഇവിടെയൊക്കെ ഇനി ഇതിലൊക്കെ പൂ വരാനുള്ളതാണേ. ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ പൂവായിട്ടുണ്ട്. നമുക്കിവിടെ മഴയില്ല, ഭയങ്കരമായ വെയിലാണ്. സംഭവം വെയിലത്ത് ഇത്രയും ചൂടത്ത് നമുക്ക് പെറ്റൂണിയ നല്ല നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ശരിക്കും മുട്ടും പൂക്കളും എല്ലാം വന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളുടെ കൂടെ ഉള്ളതാണ്. നമ്മളത് പോട്ടിലേക്ക് ആക്കിയപ്പോൾ പിടിച്ചതേ. ഇതിനകത്ത് നല്ല ഒരു തൈയായത്, നല്ല ശരിക്ക് ബ്രാഞ്ച് വന്ന് നമ്മളിത് ഇവിടെ നിന്ന് ഈ തൈ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴാണ് ഇതിലിങ്ങനെ ഇത്രയും ബ്രാഞ്ചുകളൊക്കെ വന്ന്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ വീഡിയോയിൽ, ഇത് നടുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങുന്ന ഒരിത് ഞാൻ കാണിക്കാമെന്ന്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ ഫ്ലവറുകളൊക്കെ ഒത്തിരി ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഡബിൾ പെറ്റൽ പിടിച്ച് കിട്ടി. നമ്മൾ ഒത്തിരി കട്ടിങ്സൊക്കെ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ വെച്ച് അതും പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ സെയിൽ ചെയ്യും. നമ്മൾ കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. തൈയൊക്കെ ഒന്ന് നല്ല ഉഷാറായിട്ട് വരുമ്പം നമ്മളത് സെയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ
ഈ ഫ്ലഡിങ് പെറ്റൂണിയയുടെ തൈകൾ നമ്മൾ കട്ടിങ്സ് വെച്ച് തൈകളായിട്ടുണ്ട് കേട്ടോ, സെയിലിനായിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ പെറ്റൂണിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പെറ്റൂണിയ നട്ടതിൻ്റെ എല്ലാവരും പറയും നമ്മൾ പെറ്റൂണിയ നടുമ്പോൾ പിടിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ചീത്തയായി പോണു, പിടിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നല്ല, പൊതുവിൽ പെറ്റൂണിയ പിടിപ്പിച്ചെടുക്കാൻ പാടെന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു തൈയായത്, അതിങ്ങനെ വളർന്ന് ഇങ്ങനെ താഴത്തേക്ക് പോയി. ഇതും ഒരു തൈയാണ് കണ്ടോ, ഒരുപാട് ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. ആ ചെറിയ തൈയാണ് നമ്മൾ ഈ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴേ ഒത്തിരി ബ്രാഞ്ചൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് ആ മുട്ടൊക്കെ വരുന്നു, നല്ല കരുത്തോടു കൂടി നിൽക്കുക. ഇവരെല്ലാവരും കൂടി ഇതുപോലെ പൂക്കളും മുട്ടൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പെറ്റൂണിയയുടെ ഒരുപാട് കളറിപ്പം നമുക്ക് വിരിഞ്ഞ്, നമ്മളിതിൻ്റെ സീഡ്സൊക്കെ മിക്സഡായിട്ട് പൊന്നൂസ് ഗാർഡനിൽ നിന്നും വേറെ 2 കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മളിത് വാങ്ങിയത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒത്തിരി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലഡിങ് പെറ്റൂണിയയുടെ ഒത്തിരി കട്ടിങ്സ് എടുക്കാൻ പറ്റി. ഈ കുഞ്ഞു തൈയിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി കട്ടിങ്സ് എടുക്കാൻ കണ്ടോ, ഇതുപോലുള്ള കട്ടിങ്സുകളാണ് നമ്മൾ എടുത്ത് മണലിലേക്ക് കുത്തിവെച്ച് വേഗം തന്നെ നന്നായിട്ട് വേരൊക്കെ വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടുന്ന കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് ഇട്ടോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ മിക്സഡ് കളർ പെറ്റൂണിയയുടെ ഇതെല്ലാം മിക്സഡായിട്ട് നമ്മൾ പാകി അതിൽ നിന്ന് നമ്മൾ നട്ടതാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ കോംബോയിലൊക്കെ അയക്കുന്നത്, പെറ്റൂണിയയുടെ നമ്മൾ കോംബോ ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സഡായിട്ട് നമ്മൾ പാകിയതാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റാർ പെറ്റൂണിയ കളറ് ഇതൊക്കെ അതിൽ വിരിഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. തൈകളാകുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും. അതുപോലെ നമ്മുടെ നാടൻ ഡബിൾ പെറ്റലിൻ്റെ തൈകളും ആയിക്കൊണ്ടിരിക്കുന്ന ഉടനെ തന്നെ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ ഈ റെഡ് ഫ്ലഡിങ് പെറ്റൂണിയയുടെയൊക്കെ തൈകൾ വേണമെന്നവർ നമ്മളടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കാം, വേഗം മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അതേപോലെ തന്നെ നാടൻ പെറ്റൂണിയയുടെ മിക്സ് കളർ പാകിയൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട്. കോംബോ ആയിട്ടും ഉണ്ട്, അല്ലാതെ നമ്മൾ 1ഉം 2ഉം വേണമെന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരും വീഡിയോയ്ക്ക് കമൻ്റൊന്നും തരുന്നില്ല. ഈ റെഡ് ഇതൊക്കെ മിക്സഡിൽ വിരിഞ്ഞതാണ്. ഇതും ഫ്ലഡിങ് പെറ്റൂണിയയുടെ കണക്കുള്ള ഒരു നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വരുന്ന നല്ല ഒരുപാട് പൂക്കൾ വിരിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ, പ്ലീസ്. അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ ബൈ.